അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലിരുന്ന് ISROയിലെ ശാസ്ത്രജ്ഞരുമായി ഫോണിൽ സംസാരിച്ച് ശുഭാംശു ശുക്ല. നിലയത്തിൽ പുരോഗമിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പുരോഗതിയും നേരിടുന്ന വെല്ലുവിളികളും പങ്കുവച്ചു. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ശുഭാംശുവിൻ്റെ സുഖവിവരങ്ങൾ ആരാഞ്ഞു. പരീക്ഷണ വിവരങ്ങളും നിലയത്തിലെ മറ്റ് പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചെയർമാൻ അറിയിച്ചു. ഇത് ഗംഗയാൻ ദൗത്യത്തിന് നിർണായകമാകും. ഞായറാഴ്ചയാണ് ശുഭാംശു ബംഗളൂരുവിലെ ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചത്. ബഹിരാകാശ നിലയത്തിലേക്കുള്ള തൻ്റെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ISRO ശാസ്ത്രജ്ഞർ നടത്തിയ പരിശ്രമങ്ങളെ ശുഭാംശു പ്രശംസിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയാകാൻ അവസരം ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശുഭാംശു നന്ദി പറഞ്ഞതായി ISRO അറിയിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഡയറക്ടർ M മോഹനൻ, ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഡയറക്ടർ ES പത്മകുമാർ, LPSC മുൻ ഡയറക്ടർ N ദേവാചലം എന്നിവരും ശുഭാംശുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയും സംഘവും വ്യാഴാഴ്ച ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കെയാണ് ശാസ്ത്രജ്ഞരെ ഫോണിൽ വിളിച്ച് പരീക്ഷണങ്ങളുടെ പുരോഗതി അറിയിച്ചത്. ജൂൺ 26-നാണ് ശുഭാംശു ഉൾപ്പെടെ 4-അംഗ സംഘം നിലയത്തിലെത്തിയത്. ബഹിരാകാശത്തെ സൂക്ഷ്മ ഗുരുത്വാകർഷണ ബലത്തിൽ ശരീരപേശികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച പഠനം, ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പോകുന്നവർക്ക് സുസ്ഥിരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ ആൽഗെ പരീക്ഷണം, ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സയനോ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയ 7 പരീക്ഷണങ്ങളാണ് ISROയ്ക്ക് വേണ്ടി ശുഭാംശു ഏറ്റെടുത്ത് നടത്തിയത്. ഒഴിവു സമയങ്ങളിൽ കുടുംബവുമായി സംസാരിക്കാറുണ്ടെന്ന് ആക്സിയം സ്പേസ് സെൻറ്റർ അറിയിച്ചു. ബുധനാഴ്ച അവസാനിക്കുമ്പോൾ യാത്രികർ 113 തവണ ഭൂമിയെ വലം വച്ചെന്നും കമ്പനി പറഞ്ഞു. ജൂൺ 26-നാണ് ശുഭാംശു ഉൾപ്പെടെയുള്ള 4 സഞ്ചാരികൾ നിലയത്തിൽ എത്തിയത്. ബഹിരാകാശത്ത് ആൽഗകളുടെ വളർച്ച, ജലക്കരടികളെന്ന് വിളിക്കുന്ന സൂക്ഷ്മജീവികളായ ടാർഡിഗ്രാഡുകളുടെ അതിജീവനവും പ്രത്യുൽപാദനവും വിത്തുമുളപ്പിക്കൽ എന്നിവയ്ക്കുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ശുഭാംശു ഇതുവരെ നടത്തിയത്. ക്യാൻസർ കോശങ്ങൾ മൈക്രോഗ്രാവിറ്റിയുടെ സമ്മർദ്ദത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടെത്തുന്ന പരീക്ഷണമാണ് നിലയത്തിൽ നടന്നത്. മിഷൻ കമാൻഡറായ പെക്കി വിറ്റ്സൺ നടത്തുന്ന ഗവേഷണം തീവ്ര ക്യാൻസർ രോഗങ്ങൾക്കുള്ള ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് എങ്ങനെയാവും ഉറങ്ങാൻ കഴിയുക? ആലപ്പുഴ തിരുവമ്പാടി THSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി S നിധിയുടെ ചോദ്യം ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ സഞ്ചരിച്ച് ബഹിരാകാശ നിലയത്തിലെത്തി. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന നിലയത്തിലിരുന്ന് ശുഭാംശു ശുക്ല മറുപടി പറഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ കിടക്കയിലെ കൊളുത്തിൽ നാട ഉപയോഗിച്ച് സ്വയം കെട്ടിയിട്ടാണ് ഉറക്കം. തിരുവനന്തപുരം BSSC സംഘടിപ്പിച്ച പരിപാടിയിലാണ് 150 കുട്ടികൾ തത്സമയം ശുഭാംശുമായി സംവദിച്ചത്. തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വ്യാഴാഴ്ച 2:30 മുതൽ 10 മിനിറ്റ് സമയമാണ് കിട്ടിയത്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പുറമെ ശുഭാംശു പഠിച്ച ലക്നൗ സ്കൂളിലെ കുട്ടികളും പങ്കെടുത്തു. VT റോബിനാണ് ഹാം റേഡിയോയും വീഡിയോ വാളും ചേർന്ന സംവിധാനത്തിലൂടെ ശുഭാംശുവിനോട് ചോദിച്ചത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ചെന്നിറങ്ങിയപ്പോഴുണ്ടായ മാനസിക സമ്മർദ്ദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം: പരിശീലനം ലഭിച്ചിരുന്നെങ്കിലും ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ 15 മിനിറ്റ് ഞങ്ങൾ നിശബ്ദരായിപ്പോയി. പതിയെ പൊരുത്തപ്പെട്ടു. ഒറ്റപ്പെടലാണ് വെല്ലുവിളി. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും അസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ശാരീരിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യും? സീറോ ഗ്രാവിറ്റി ആയതിനാൽ എല്ലുകൾക്കും പേശികൾക്കും അപകടമാണ്. പ്രത്യേക വ്യായാമങ്ങൾ ചെയ്യാറുണ്ട്.
ബാൻഡ് ഉപയോഗിച്ചുള്ള വ്യായാമം, സൈക്ലിംഗ്, സ്ട്രെച്ചിങ് തുടങ്ങിയവ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒഴിവു സമയങ്ങളിൽ എന്ത് ചെയ്യും? ഉത്തരം, ഒഴിവു സമയം കുറവാണ്. എന്നാലും ഞങ്ങളിവിടെ ചെറിയ പന്ത് ഉപയോഗിച്ച് കളിക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ യോഗ ചെയ്യും. പിന്നെ വ്യൂ പോയിൻറ്റിലൂടെ ഭൂമിയെ നോക്കും. അത് വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസുഖം വന്നാൽ എന്ത് ചെയ്യും? മരുന്നുകളൊക്കെ കരുതിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്കുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഹൃദയാഘാതം ഉൾപ്പെടെ എന്തെങ്കിലും സംഭവിച്ചാൽ പേടകം തിരികെ ഇറങ്ങുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോഞ്ചിങ് എങ്ങനെയായിരുന്നു? അത്യുഗ്രൻ അനുഭവമായിരുന്നു. തിരികെ ഭൂമിയിൽ വന്നിറങ്ങുമ്പോൾ പൊരുത്തപ്പെടാൻ അല്പം സമയമെടുക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.